ഹേ തിന്നഫേസ്, അപ്പോൾ എല്ലാവർക്കും ചാനലിൽ സ്വാഗതം. എന്ന് പറഞ്ഞ സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആ അപ്ഡേറ്റ് നമ്മുടെ പ്രഭാസ് നായകനാവുന്ന ഫൗസ്റ്റ് എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഗംഭീര ചിത്രം തന്നെയാണ് വന്നിരിക്കുന്നത്. ചിത്രത്തിൻ്റെ റിലീസ് തീയതി വന്നിട്ടുണ്ട്. ഈ വരുന്ന ഡിസംബർ 3 ചിത്രം തിയേറ്ററിലെത്തുക. അപ്പോൾ ഈ ഒരു പൊസിഷനിലുള്ള ചിത്രങ്ങളൊക്കെയാണ് നമ്മുടെ സലാറും ബാഹുബലിയൊക്കെ. അതിലൊക്കെ നമ്മുടെ ഈ ഒരു എപ്പിക് ഷോട്ട് നമുക്ക് എന്തായാലും കാണാം. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ഷോട്ടുള്ള മൂവീസൊക്കെ ഹിറ്റ് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഫൗസിയും ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. ഇനി അടുത്ത അപ്ഡേറ്റ് ഒരു OTT അപ്ഡേറ്റ് ആണ്. ഈ വർഷം റിലീസ് ചെയ്ത ടൊവിനോ ചിത്രമാണ് പള്ളിച്ചട്ടമ്പി. ചിത്രം തിയേറ്ററിൽ നിന്ന് വന്നിട്ട് കുറേ നാളായി. ഇപ്പോൾ അങ്ങനെ OTT റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 24 നമ്മുടെ സോണി ലീവിലൂടെ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ജനനായകൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. രാവിലെ 6 മണിക്കാണ് ചിത്രത്തിൻ്റെ FDFS ഷോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബുക്കിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. എന്തായാലും ഉടനെ തന്നെ കേരളത്തിലെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒട്ടനവധി ചിത്രങ്ങളാണ് നമ്മുടെ വിജയുടെ വരവ് കാരണം മാറ്റിവെച്ചത്. അതിലൊരു ചിത്രം നമ്മുടെ DC ആണ്. പുതുക്കിയ തീയതി ഈ വരുന്ന ഓഗസ്റ്റ് 7 പിന്നെ ഇമ്മോർട്ടൽ എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി മാറ്റിയിട്ടുണ്ട്. പിന്നെ സിഗ്മ എന്ന ചിത്രത്തിൻ്റെ റിലീസ് തീയതി മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഹൈവാൻ എന്ന ഒപ്പം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്ക് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സെയ്ഫ് അലി ഖാൻ്റെ ഫസ്റ്റ് ലുക്കാണിത്. ചിത്രത്തിൻ്റെ റിലീസ് തീയതി വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 11 ചിത്രം തിയേറ്ററിലെത്തുക. നമ്മുടെ അക്ഷയ് കുമാറിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചിത്രം ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. നമ്മുടെ സൂര്യ 47 ഓൾറെഡി പാക്കപ്പ് ആയിട്ടാണല്ലോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗ്ലിംസ് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ സൂര്യയുടെ ഒരു ഐക്കോണിക് ഷോട്ടൊക്കെ അതിലുണ്ട്. അപ്പോൾ എന്തായാലും ചിത്രം ഗംഭീരം തന്നെ ആവട്ടെ. ചിത്രത്തിൻ്റെ ടൈറ്റിൽ ഈ മാസം തന്നെ വരാനാണ് ചാൻസ്. നമ്മുടെ രജനികാന്തിൻ്റെ ധർമ്മൻ എന്ന ചിത്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചിത്രത്തിലേക്ക് ഫീമെയിൽ ലീഡായിട്ട് എത്തുന്നത് നമ്മുടെ രുക്മിണി വസന്താണെന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ വരുന്ന 24 നമ്മുടെ രാമായണം എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൻ്റെ ട്രെയിലർ വരികയാണല്ലോ. അപ്പോൾ അത് സെൻസർ ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റാണ് ട്രെയിലറിന് ലഭിച്ചിരിക്കുന്നത്. 4 മിനിറ്റാണ് ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ. നമ്മുടെ ബേസിലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പോസ്റ്റാണ് ഐക്കൺ എന്നൊരു തൊപ്പി. ഇത് റെപ്രസെൻറ്റ് ചെയ്തത് നമ്മുടെ അല്ലു അർജുൻ്റെ സിനിമയെ പറ്റിയാണ്. എന്തായാലും സിനിമയുടെ ഒരു ലോക്കായിട്ടുണ്ട്. എന്തായാലും മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കാർത്തിയുടെ സർദാർ 2 എന്ന ചിത്രം ഈ ഒരു സെപ്റ്റംബർ 10 റിലീസ് ചെയ്തതാണല്ലോ. അപ്പോൾ നമ്മുടെ രഞ്ജിഷ വിജയൻ സിനിമയുടെ ഭാഗമാണ്. ഈ കാണുന്നതാണ് രഞ്ജിഷ വിജയൻ്റെ ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.